guys, welcome back to my YouTube channel. I'm Hima and you're watching Misty Hima. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു റാൻഡം ഡേ ഇൻ മൈ ലൈഫ് ആണ്. സംഭവം എടുക്കണമെന്ന് വിചാരിച്ചപ്പോൾ ഒരു ജസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് ജസ്റ്റ് ഒരു ഡേ അല്ല. നമ്മൾ ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ടൗണിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പം ഇന്ന് എന്തായാലും ക്രാഫ്റ്റ് വീഡിയോസ് എടുക്കാൻ പറ്റില്ലല്ലോ. സോ ഞാൻ വിചാരിച്ച് റാൻഡായിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നൊക്കെ കാണിച്ചു തരാം. ഇവിടുന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടും. പിന്നെ ഒരു കാറ് ബൈക്ക് നിൽക്കുന്ന വേണ്ടേ അക്കക്കടയാണ്. അങ്ങനെ വണ്ടിയിലിരുന്ന് കുറച്ച് നേരത്തെ പാട്ട് കച്ചേരിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. നമ്മളിന്ന് എങ്ങോട്ടൊക്കെ വന്നേന്നറിയോ? നമ്മളിന്ന് ഇരിട്ടിയിലുള്ള ഒരു ഷോപ്പിലേക്കാണ് വന്നിട്ടുള്ളത്. ഷോപ്പിന്റെ പേര് വന്നിട്ട് ബഡാ ബസാർ എന്നാണ്. ഷോപ്പിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഇല്ലേ ഒരുമാതിരി എൻ്റെ പൊന്നെ സ്വർഗത്തിലേക്ക് എത്തിയ പോലെയായിരുന്നു. എന്തെടുക്കും ഏതെടുക്കും എന്നൊക്കെ ഓർത്തിട്ട് ഫുൾ കൺഫ്യൂഷൻ. നിങ്ങളൊക്കെ ഈ ബാക്ക് ടു സ്കൂൾ ഷോപ്പൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. സ്കൂളിലേക്കുള്ള കൊടയും വടിയും ഒക്കെ വാങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ വീട്ടിലേക്കുള്ള ചട്ടിയും കലവും ഒക്കെ ഇവിടുന്ന് കിട്ടും. സ്കൂളിലേക്കാണെങ്കിൽ ബുക്കും പെന്നും ടിഫിനും ബോട്ടിലും അങ്ങനെയെല്ലാം. ഇനി അതല്ല ക്രാഫ്റ്റ് ഐറ്റം ആണെങ്കിലും അങ്ങനെ. ഇനി അതുമല്ല ഡ്രസ്സൊക്കെ ആണെങ്കിൽ അങ്ങനെ. ചുരുക്കി പറഞ്ഞ ഒരു ബഡാ ബസാർ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറിയ സമയം പോണതറിയില്ല. ഞങ്ങൾ തന്നെ അതിനകത്ത് ഏകദേശം ഒരു 2 hours മിനിമം നിന്നിട്ടുണ്ടാവും. ചേച്ചിയാണെങ്കിലും ഒരു സൈഡിൽ അവൾക്ക് വേണ്ട റെയിൻകോട്ട്സും ബോട്ടിൽസും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ 2 കൂട്ടർ വീട്ടിലെ കിച്ചണിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ എടുത്ത് കളിക്കായിരുന്നു. ഇത് കണ്ടോ, എന്തോരം ക്യൂട്ട് ടിഫിൻ ബോക്സും പ്ലാന്റ്സും ഒക്കെ ആയിരുന്നു എന്നറിയോ. ഒരു നിമിഷം എല്ലാം കൂടെ വാരിയെടുത്ത് അങ്ങ് ഓടിയാലോ എന്ന് വരെ ചിന്തിച്ച്. ചുമ്മാ അതിനുള്ള ധൈര്യമൊന്നുമില്ല. പിന്നെ ഈ ഒരു സാധനം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? പണ്ട് ഫ്ലിപ്കാർട്ടിൻ്റെ ആഡ് വരുമ്പം കൂടുതലും എൻ്റെ ഫീൽഡിൽ വന്നുകൊണ്ടിരുന്നൊരു സാധനമാണ് കേട്ടോ ഇത്. ഈ ഐസ് ക്യൂബൊക്കെ വെച്ചിട്ട് ഫേസിൽ റബ്ബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതന്നെ. അങ്ങനെ ഒരു 2-3 മണിക്കൂറിൽ അലച്ചിലൊക്കെ കഴിഞ്ഞ് ഒരു ബാസ്ക്കറ്റ് നിറയെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് നല്ല മഴയായിരുന്നടാ. അതിനുള്ളിൽ നിന്നിട്ട് ഞങ്ങൾ ആരും അറിഞ്ഞില്ല പുറത്ത് ഇങ്ങനെ മഴ പെയ്യാന്നുള്ളത്. പിന്നെ അതിനുള്ളിൽ കുറേ അലഞ്ഞതല്ലേ, എന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്നോർത്ത് ബിരിയാണി അങ്ങ് വാങ്ങി കഴിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളത് കാട്ടിത്തരാവേ. ഇതെല്ലാം ഒന്നും കാണിക്കുന്നില്ല, കുറച്ചൊക്കെ കാണിച്ചു തരാം. എല്ലാം കൂടെ കാണിക്കാൻ നിന്നാൽ പിന്നെ വീഡിയോയുടെ ലെങ്ത് പിന്നെയും കൂടും. ഫസ്റ്റ് ഞാൻ ഈ ഒരു ഷൂ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ ഒരു ബാഗ്, സംഭവം ഇത് എനിക്കല്ല ചേച്ചിക്കാണേ. പിന്നെ അവൾക്ക് തന്നെ ഈ ഒരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിലായിട്ടില്ലേ ഇങ്ങനെ വാട്ടർ ടെമ്പറേച്ചറൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഈ ഒരു 2 ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇത് സംഭവം നമ്മുടെ ഈ ത്രെഡ്സ് ഒക്കെ ഇട്ട് വെക്കണം ഒരു ബോക്സാണ് കേട്ടോ. ഫസ്റ്റ് ഇതിൻ്റെ മുകളിലായിട്ട് നീഡിൽസ് ഒക്കെ ഇട്ട് വെക്കാനുള്ള ഒരു സ്പേസും പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ത്രെഡ്സ് എല്ലാം ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള ഒരു സ്പേസ് കൂടി ഉണ്ട്. അതുപോലത്തെ 2 എണ്ണം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിയത് ഈ ഐസ് ക്യൂബ്സും ചോക്ലേറ്റ്സ് ഒക്കെ ആക്കിയിട്ട് പുള്ളി ചെയ്തെടുക്കാൻ പറ്റുന്ന അത് 2 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ക്ലേ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പൗച്ച് ശരിക്കും ഇല്ലേ കണ്ടു ഇഷ്ടമായി എടുക്കണു ആ ഒരു സംഭവമില്ലേ, അതായിരുന്നു ഇത്. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ഇരിക്കട്ടെ, കാണാൻ നല്ലില്ലേ. അപ്പോൾ പിന്നെ അങ്ങ് എടുത്ത്. പിന്നെ വീണ്ടും ഒരു ബോട്ടിൽ, അതെനിക്കാണ് കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, സാധാരണ ഒരു ബോട്ടിൽ. പിന്നെ നമ്മുടെ ഫെവിക്കോള്, ഫ്ലെക്സ് ക്വിക്ക്, ഗ്ലൂ സ്റ്റിക്ക്, ഹൈലൈറ്റർ, അങ്ങനെ കുറച്ച് ഐറ്റംസ്. പിന്നെ വാങ്ങിയത് കുഞ്ഞൂട്ടനാണ്, ഒരു സ്പൈഡർമാൻ്റെ ബാഗ്. ആ സംഭവം കുറേ നാളുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ, അതുകൊണ്ട് വാങ്ങിച്ചു കൊടുത്തത്. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ, ഇത് നല്ല രസമില്ലേ കാണാൻ. എത്ര നാൾ കൊണ്ട് നടക്കുന്നൊന്നും അറിയില്ല, നോക്കാം. പിന്നെ ഈ ഒരു സാധനം കേട്ടോ, ഇത് കാണുമ്പോൾ ട്രെയിനിൻ്റെ ഒരു കമ്പാർട്ട്മെൻ്റ് ആണെന്നൊക്കെ തോന്നും. ശരിക്കും ഇതൊരു ബോക്സാണ് ഗൈസ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ ഉണ്ടായിരുന്നു ഒരു നടരാജിൻ്റെ ബോക്സൊക്കെ, ഓർമ്മയുണ്ടോ? അത് വിടി. പിന്നെ ഒരു സ്ലേറ്റ്, അതിൽ വന്നപാടെ എഴുത്തും കുറിയും വരെയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ലാസ്റ്റ് ഒരു റെയിൻകോട്ട് കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ബായ്.